ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ ഡോണറ്റിലൊന്ന് പോകുന്നുണ്ട്. നമ്മുടെ സിറ്റി വണ്ണിലെ നമ്മളവിടുത്തെ കടയൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് ട്രോപ്പിക്സിൽ പോകണം. കാരണം നമ്മൾ ട്രോപ്പിക്സിലെ ഗ്യാരേജിലാണ് നമ്മുടെ LC വർക്കിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ പോയിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് സംസാരിക്കാനായിട്ട് നമുക്കൊന്ന് അവിടെ പോകണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രോപ്പിക്സിൽ പോയിട്ട് ട്രോപ്പിക്സാണ് നമ്മുടെ മെയിൻ പരിപാടി. കാരണം നമ്മുടെ LCൻ്റെ വർക്കിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ പോകുന്നത്. പിന്നെ കൂപ്പ് സോമനും ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അവർ കുറച്ച് മുമ്പ് ഒരു പടത്തിന് പോയി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അവർ കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്മാർക്ക് അവിടെയൊക്കെ പോയിട്ട് ലേറ്റ് ആവും, ചിലപ്പം പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഗൈസ്, നമ്മളിപ്പോൾ കൂടുതൽ ഇൻട്രോ എടുക്കുന്ന പുറത്ത് ബാൽക്കണിയിൽ നിന്നാണ്. നമ്മളിപ്പോൾ നമ്മളെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലെ നിലയിലാണ് കേട്ടോ. നമുക്കിനി താഴേക്ക് പോകണം. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇപ്പോൾ ഇൻട്രോ എടുത്തേക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന്. ഇപ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കാൻ ബാൽക്കണിയാണ് ഗൈസ് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവിടെ നിന്ന് ഇൻട്രോ ഒക്കെ എടുക്കാറ്. ഗൈസ്, നമുക്ക് എന്തായാലും ഇനി താഴേക്ക് ഇറങ്ങി പോവാം. താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പോകണം, അതൊക്കെ ഉള്ളൂ. നമ്മുടെ റൂമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൂമെത്തി ഗൈസ്. നല്ലൊരു ദിവസമാണ് ഇന്ന് ഗൈസ്. ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 2-3 നേരം പുറത്ത് കാണാം ഗൈസ്. എന്തായാലും അവരവരുടെ പണിയും നോക്കി അതിൽ നടക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം. ഇല്ല പിന്നെ ലേറ്റ് ആകും ഗൈസ്. ഇപ്പം എങ്ങനെ പോലും നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്കിനി എന്തായാലും നേരെ പോവാം, വണ്ടി എടുക്കാം ഗൈസ്. നമ്മുടെ മേബാക്കും കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. നമ്മുടെ സ്വന്തം മേബാക്ക്. നമ്മളതും കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വണ്ടി കയറി ഇറങ്ങാം ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫസ്റ്റ് നമ്മൾ സിറ്റി വണ്ണിലെ ഡോണറ്റിലേക്ക് പോകുന്നു. നമ്മുടെ സ്വന്തം കട തന്നെയാണ്. നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ സിറ്റി 2-ൽ ഒന്ന് പോകേണ്ട വരും. പക്ഷെ നമ്മൾ പരമാവധി ആക്കുന്നില്ല, കാരണം വീഡിയോ അല്ലാണ്ട് ലെങ്തായി പോകും. അപ്പം നമ്മളെന്തായാലും സിറ്റി വണ്ണിൽ പോയിട്ട് തിരിച്ച് വന്ന് പിന്നെ ട്രോപ്പിക്സിൽ വരുന്നു. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും ആ ഒറ്റ പോകുമ്പോൾ നമ്മുടെ ദിവസം ഫുള്ള് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ നടന്നു പോകുന്നുണ്ട്, പോട്ടെ, അയാളില്ല. അയാൾ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത കേസ് അതാവും, പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഗൈസ്. ഇവിടെ ഫുള്ള് ബാഴ്സ ഫാൻസ് ആണെന്ന് തോന്നുന്നല്ലോ. ഫുള്ള് ബാഴ്സലോണയുടെ യൂസ് ഗൈസ്. നമ്മളെന്നാലും നമ്മുടെ സിറ്റി വണ്ണിലെ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എണ്ണ അടിക്കാൻ കയറുകയാണ്. ഇനിയിപ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചു. നേരെ നമുക്ക് നമ്മുടെ ഡോണറ്റിൽ പോയിട്ട് അവിടുത്തെ നമ്മുടെ പൈസയും കാര്യങ്ങളും കളക്ട് ചെയ്ത് അവിടുത്തെ പരിപാടികളൊക്കെ നോക്കിയിട്ട് തിരിച്ചിറങ്ങണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നേരെ നമുക്ക് ഡോണറ്റിലേക്ക് വിടാം ഇനി. ഗൈസ്, നമ്മൾ ഡോണറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ നോക്കാം. അവിടെ എന്തൊക്കെയാണ് അവർ കറക്റ്റായിട്ട് എല്ലാം നോക്കി നടത്തുന്നുണ്ടോ അതൊക്കെ നോക്കാം. കാരണം ഞാൻ പൊതുവെ ഇങ്ങനെ വരാറില്ല, കാരണം നമ്മുടെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളി സ്റ്റാഫാണ്. എല്ലാം നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിട്ട് പോകാം. അവർ വൃത്തിക്കെല്ലാം ചെയ്തോളും ഗൈസ്. കുറേ ആൾക്കാരുണ്ട്, തിരക്കുണ്ട് അത്യാവശ്യം. അവന്മാരെന്തോ വലിയ ഡിസ്കഷനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. നമ്മളതിന് കട ഫുള്ളൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇവരെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. എന്താണ് സംഭവം? ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കിയ ശീതള് മറ്റോളാണല്ലോ കാരണോ. വർഷ ഒരു സ്വന്തം മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവനാണോ? കഴിഞ്ഞാഴ്ചയല്ലേ? ഗൈസ്, ഉമ്മരുടെ ഇരിപ്പ് സംസാര രീതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ ബിസിനസ്സുകാരിയൊക്കെയാണ്. ചെന്ന് നോക്കിയപ്പോൾ എന്തോ സീരിയലിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്ത് ചെയ്യാനാന്ന് നോക്കണേ. നമുക്കിനി എന്തായാലും വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ ട്രോപ്പിക്സിലേക്ക് പോയിട്ട് നമ്മുടെ LCൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം ഗൈസ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നേരെ വീട്ടിലേക്ക് പോവാം ഇനി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് നേരെ ട്രോപ്പിക്സിലേക്ക് പോകണം. കാരണം നമ്മുടെ LC കുറച്ചായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം 2-3 ദിവസത്തിനടുത്തായി. നമുക്ക് എന്തായാലും പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം. എന്നിട്ട് അവിടുത്തെ ആളെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ വേണം ചെയ്യാൻ. പിന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ നേരിട്ടാണോ ബാക്കി പറയാമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കണം. പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൂപ്പിനൊക്കെ എങ്ങനെ ഫുഡ് വാങ്ങിക്കൊടുക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും കുളിച്ച് കുട്ടപ്പനായിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളെ കുളിയൊക്കെ പാസ്സാക്കി നല്ല കിടിലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് വണ്ടി എടുത്ത് ട്രോപ്പിക്സിലേക്ക് പോകണം. വാതിലൊക്കെ അടച്ചിട്ടേക്കാം ഗൈസ്.
ഇനി നേരെ ട്രോപ്പിക്സിൽ പോയിട്ട് അവിടുത്തെ ഗ്യാരേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് പറ്റുന്ന പോലെ പെട്ടെന്ന് വർക്കൊക്കെ തീർത്ത് തിരിച്ച് വരണം ഗൈസ്. എൻ്റെ ഒരു ഉറക്കം ഉറങ്ങണം. മിക്കവാറും വൈകുന്നേരം ആകും തിരിച്ചെത്തുമ്പോൾ. ഗൈസ് നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ട്രോപ്പിക്സിലേക്ക് വിട്ടുകയാണ്. ഇനി അധികം ഞാൻ ട്രോപ്പിക്സ് എന്ന് പറയുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ, ചുമ്മാ പറഞ്ഞ് ലാഗടിപ്പിക്കണ്ട. നമുക്ക് എന്തായാലും ട്രോപ്പിക്സ് എത്താറാകുമ്പോൾ കാണാം ഗൈസ്. ഗൈസ് ഫൈനലി നമ്മൾ ട്രോപ്പിക്സ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് വണ്ടി ഒന്ന് കഴുകണം. വണ്ടി കഴുകിയിട്ട് നേരെ നമുക്ക് ഗ്യാരേജിലേക്ക് പോകാം ഗൈസ്. നമ്മൾ കാർ വാഷിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെ എത്താറായി ഗൈസ്. അങ്ങനെ കാർ വാഷ് എത്തി. ഇനി നേരെ കയറി വണ്ടി ഒന്ന് കഴുകി സെറ്റാക്കണം, കാരണം ഓവർ ലാഗ് അടിപ്പിക്കുന്നില്ല അങ്ങനെ കാർ വാഷിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ഗോലിയത്തിനെ വർക്കിന് കയറ്റിയ സ്ഥലത്ത് എത്താറായി. എത്താറായി എന്നല്ല, എത്തി. നമുക്കിനി എന്തെങ്കിലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് നമ്മുടെ ഓഫീസർ ഉണ്ടാവും. നമുക്ക് എന്തായാലും ആളുടെ അടുത്തോട്ട് സംസാരിക്കണം. പുള്ളി എന്താ പറയുന്നത് നമുക്ക് നോക്കണം. പുള്ളിയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ വേറെ സ്റ്റാഫൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ് ഇന്ന് ഗ്യാരേജ് ലീവാണ്, നമുക്ക് വേണ്ടി മാത്രം വന്നാണ്. നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആളുടെ അടുത്ത് പോയി സംസാരിക്കാം. ഞാൻ പുള്ളീൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് എന്തായാലും ഇങ്ങനെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പം പറ്റുവാണെങ്കിൽ ഇന്ന് ഗ്യാരേജിലേക്ക് പോകാൻ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് ആക്ച്വലി ഇത് ലീവാണ് ഇന്ന് ഈ ഗ്യാരേജ്. വേറെ വർക്കൊന്നും നടക്കത്തില്ല, ചുമ്മാ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പുള്ളിയോടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്കെന്തായാലും ഇനി അകത്ത് കയറി ഓഫീസറിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം. ആളെന്താണോ പറയുന്നത് അതുപോലെ നമുക്കിനി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫണ്ട് എത്രയാവും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. കാരണം നമ്മൾ കൂപ്പിനെ മേടിച്ച് ഫുഡ് മേടിച്ചിട്ട് നമ്മുടെ പൈസ തീർന്നു ഗൈസ്. ചുമ്മാ പറഞ്ഞാണ് നമ്മുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പുള്ളീൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. ഹായ് സാർ, ഞാനിന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞേ. നിങ്ങൾ മിക്കാണോ മറ്റേ ഒരു LC കൊണ്ട് തന്നിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞ ആള്? സാർ അത് തന്നെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവം? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മിക്ക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംഭവം കുറച്ച് പ്രശ്നമാണ്. കാരണം ആ സൈഡ് ഫുള്ള് പോയി, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പോയിട്ടുണ്ട്. കാരണം ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷേ നിങ്ങൾക്ക് വണ്ടി വേണമെന്ന് പറയാത്ത നിർബന്ധം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സെറ്റാക്കി തരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുന്ന പോലെ എല്ലാം വൃത്തിക്ക് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഞാൻ വണ്ടി തന്നിരിക്കും. അതിൻ്റെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ സാർ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പല്ലേ? പിന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മിക്ക താൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പൈസ കുറച്ചധികം ആവും. ഞാൻ നിൻ്റെ അടുത്ത് വർക്ക് കഴിയുമ്പോൾ പറയാം. എന്നാലും നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഒരു ഊഹം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് കാണാത്ത എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത് തരുമ്പോഴാണ് കാണുന്നെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണ്ട പറയാൻ. അപ്പം അതിൻ്റെയൊക്കെ എന്തെങ്കിലും വർക്ക് കഴിയുമ്പോൾ ഞാൻ പറയാം നിൻ്റെ അടുത്ത്. സംഭവം എന്തായാലും അത്യാവശ്യം പൈസ ആവും. സാറേ പൈസ ഒന്നൊരു വിഷയമല്ല. നമുക്ക് വണ്ടി അതേപോലെ തന്നെ പണ്ടത്തെ പോലെ കിട്ടിയാൽ മതി. പെർഫെക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. പൈസ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര ടൈം എടുക്കും അതിന് കിട്ടാൻ? നിനക്ക് നമ്മളെന്തായാലും വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തരാം. മിക്ക നീ പേടിക്കണ്ട. നമുക്കൊരു ടൈം വേണം. എന്തായാലും ഒരു ഒരാഴ്ചയെങ്കിലും വേണം. ഇപ്പം തന്നെ ഈ വണ്ടിയോടെ കിടന്നിട്ട് 2-3 ദിവസം നമ്മൾ വർക്ക് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 3-4 ദിവസം കൂടെ വേണ്ടി വരും. ഇപ്പോൾ ഒരാഴ്ച 2-3 ദിവസമായിട്ട് വണ്ടിയോടെ കിടപ്പുണ്ടല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ വേണം, എന്നാലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ടൈം എത്ര കൊണ്ട് എടുത്തോ? പിന്നെ നമ്മൾ വേറൊരു LC കൂടെ കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ആ LCക്ക് ചെറിയ എൻജിൻ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ സാർ, താങ്ക് യു. എന്നാൽ പിന്നെ ഞാൻ പോട്ടോ. ശരി. ഓക്കെ, മിക്ക വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കാം. നമുക്ക് കാണാം കേട്ടോ. ഓക്കെ സാർ, കാണാം. എന്നാൽ പിന്നെ ശരിയായിട്ട് ഞാൻ പോവാണേ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച് വെക്കുമ്പം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും പൈസ ചിലവ് വരുമെന്ന് പുള്ളി തന്നെ പറഞ്ഞു. നമുക്കെന്തായാലും നോക്കാൻ കഴിയും. പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 ആഴ്ച ഇപ്പം തന്നെ ഒരു 3-4 ദിവസമായി വണ്ടി അവിടെ കിടക്കുന്നു. അത് ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കൂടെ വേണ്ടി വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം എല്ലാവർക്കും വേണ്ടത്ര ടൈം കൊടുക്കാം. നമുക്ക് മെല്ലെ എടുത്താൽ മതി. എന്നാലും നമുക്ക് പെട്ടെന്ന് കാണാം. കുഴപ്പമില്ല ഗൈസ്, വർക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവർ അവരുടെ ടൈം എടുക്കട്ടെ. പെർഫെക്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നമുക്കെന്തായാലും വർക്ക് കഴിയുന്നതിന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോമംബ്രോന് വണ്ടിക്ക് എഞ്ചിൻ എന്തോ ചെറിയ കംപ്ലൈൻ്റ് ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ പറഞ്ഞ്. നമുക്കെന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം. കേസ് അപ്പം നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇപ്പം തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആകാശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിനി എന്തായാലും വീട്ടിൽ ചെന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോവുക, ഒരു കുളിക്കുക, കിടന്നുറങ്ങുക ഗൈസ്. അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്.
ഒരു സമാധാനമായി ഗൈസ്. വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട് ഗൈസ്. ഫുള്ളെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫുള്ള് ചെളിയായി. എനിവേ എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴുകണം ഗൈസ്. ആഘോഷമൊക്കെ ഉണ്ടോ ഗൈസ്? ആ ഒരു വൈകുന്നേരത്തെ വൈബ് ഏതാ? നേരെ നമ്മൾ അടുക്കളയിൽ പോയിട്ട് എന്തായാലും കഴിക്കണം ഗൈസ്. എത്ര നേരം നമ്മൾ കാത്തിരുന്നു ഇതിനു വേണ്ടി. ആൻഡ് ഫൈനലി നമ്മൾ ഡോറൊക്കെ അടച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ പോയിട്ടൊരു കുളിയൊക്കെ കുളിച്ച് റൂമിൽ പോയി ഉറക്കമൊക്കെ ഇറങ്ങി ഗൈസ്. ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കുന്നതിന് മറന്നുപോയി. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. ഞാൻ അത് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഉറങ്ങാനുള്ളൊരു ഇത് പോയപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മറന്നുപോയി. നല്ല ഫുഡൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും കഴിക്കാം ഗൈസ്. നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നേരെ മേളിൽ പോയിട്ട് കുളിച്ച് കിടന്നുറങ്ങണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നൈറ്റ് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ പോകണം ഗൈസ്. ഇനി എന്തായാലും എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആകെ പവറായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ആ ക്ഷീണമൊക്കെ ഫുൾ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വിശക്കുന്നുണ്ട് എനിക്ക്. അപ്പം നമുക്ക് പുറത്ത് എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോവാം. രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും നേരെ നമ്മുടെ സ്വന്തം കടയിൽ തന്നെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങാം. പിന്നെ വണ്ടി ഒന്ന് കഴുകണം. കാർ വാഷിൽ പോകണം സിറ്റിയിൽ. അപ്പോൾ നമുക്കത് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ രാത്രി കൊണ്ട് നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യാം ഗൈസ്. നമ്മൾ വീട്ടിലെല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ലൈറ്റൊക്കെ വേണം ഗൈസ്. അത് പേടിച്ചിട്ടല്ല, എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോവാം. ഫസ്റ്റ് നമുക്ക് പോയി വണ്ടി കഴുകണം ഗൈസ്. കാരണം അത്രയ്ക്ക് ഫുള്ള് ചെളിയാണ്. നമ്മൾ ട്രോപ്പിക്സ് എല്ലാം അങ്ങ് വരെ പോയി ഫുള്ള് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് ചെളിയാണ്. ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാം ചെളിയാണ്. നമുക്ക് എന്തായാലും പോയി കഴുകണം. ആദ്യം നമുക്ക് കാർ വാഷിലേക്കാണ് പോകേണ്ടത്. അതുപോലെ വണ്ടി കയറി നേരെ കാർ വാഷിലേക്ക് പോകാം ഗൈസ്. ഫസ്റ്റ് കാർ വാഷിൽ പോയിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നമുക്കിനി എന്തായാലും സിറ്റി വണ്ണിൽ കാർ വാഷെത്തിയിട്ട് കാണാം ഗൈസ്. ബൈക്ക് കട നടന്നു വന്നിട്ടുണ്ടല്ലോ, അവർ പോയിട്ട് നമുക്ക് വണ്ടി എടുക്കാം. നമുക്കിനി എന്തായാലും ഇപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. കാരണം ഇപ്പം തന്നെ വീഡിയോ കുറേ ലെങ്തായി. ഇനിയും നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാണ്ടങ്ങ് ലെങ്തായി പോവും. എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ വരുമായിരിക്കും. നമ്മൾ എന്തായാലും അത്രയൊന്നും ലോങ് ആക്കുന്നില്ല. എന്തായാലും 20 മിനിറ്റിന് മേലെയൊക്കെ ചിലപ്പോൾ വരും. നമ്മളെന്തായാലും അത്രയൊന്നും ആക്കുന്നില്ല. ഒരു 19-18 മിനിറ്റിൽ നമ്മളത് തീർത്തിരിക്കും. നമ്മൾ കാർ വാഷ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാറ് കയറ്റി വാഷ് ചെയ്തിട്ട് നേരെ നമ്മുടെ സ്വന്തം കടയിൽ പോയി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകണം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് പ്ലാനായിട്ട് അതാണുള്ളത് ഗൈസ്. അങ്ങനെ നമ്മുടെ ഡോണറ്റിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം. എനിക്ക് ഉറങ്ങിയിട്ട് മതിയായില്ല ഗൈസ്. ഇന്ന് കുറേ ഓടിയത് കാരണം എനിക്ക് എന്തായാലും നല്ല ഉറക്കം ഉറങ്ങണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി ഇവിടെ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറേയൊക്കെ എടുത്ത് തിന്നണം. കാരണം നമ്മുടെ സ്വന്തം കടയാണല്ലോ, നമുക്ക് പൈസയുടെ ആവശ്യമില്ല ഗൈസ്, ഫുൾ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടുന്ന് കുറേ സാധനം കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകണം. നമ്മുടെ മേപ്പാക്ക് കിടക്കുന്നതാണ് രസമല്ലേ ഗൈസ്. ലുക്ക് കണ്ടില്ലേ? കഴുകിയപ്പോഴത്തേക്ക് സുന്ദരക്കുട്ടപ്പനായി നമ്മളെ വണ്ടി അങ്ങോട്ട്. ഏതാ ലുക്ക്. നമുക്കിനി എന്തായാലും നേരെ പോകണം. ആകാശമൊക്കെ നോക്കി, രാത്രി ഒരു രക്ഷയില്ല കേട്ടോ. ആകാശം കാണാൻ നക്ഷത്രമൊക്കെ ആയിട്ട് ഗൈസ്. എന്നാൽ നമുക്ക് ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ ഗൈസ്? എനിവേ ഞാൻ എന്തായാലും ഉറപ്പിച്ച് നമ്മളെന്തായാലും ഡ്രൈവ് പോകാൻ പോവാണ്. അതെന്തായാലും പെട്ടെന്ന് ഒരു ഡ്രൈവ് പോയിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. രാത്രി ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്ന വൈബാണ് ഗൈസ്. രാത്രിയായിട്ട് അത്യാവശ്യം റോഡിൽ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും പറപ്പിച്ച് വിടും, ഒന്നും നോക്കുന്നില്ല ഗൈസ്. ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ചുമ്മാ കുറച്ച് ദൂരം പോയിട്ട് അതേപോലെ തിരിച്ചു വരാം ഗൈസ്. നമുക്കെന്തായാലും ചെറിയ രീതിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പം വണ്ടിക്ക് ഒരു പവറില്ല ഗൈസ്. അത് ഒരുമാതിരി ബ്രേക്ക് ചവിട്ടി പിടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ബ്രേക്ക് ചവിട്ടി പിടിച്ച് വണ്ടി ഓടില്ല, എന്നാലും ഹാൻഡ് ബ്രേക്ക് ഒക്കെ കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു വലിവില്ല. എന്നിട്ട് ഞാൻ നോക്കി ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇട്ടിട്ടില്ല. നോക്കുമ്പോൾ എണ്ണ തീർന്നു ഗൈസ്. നൈറ്റ് ഡ്രൈവ് വന്നിപ്പോൾ വഴിക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീട്ടിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ എന്തായാലും വഴിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എണ്ണ തരാൻ പറയണം. നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് നോക്കട്ടെ ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിടാം. ലാഗ് അടിപ്പിക്കുന്നില്ല ഓറ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ലാണ്ട് ലേറ്റ് ആയി പോകും. പെട്ടെന്ന് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാം ഗൈസ്, അതാണ് സേഫ് ഗൈസ്. നമ്മുടെ എണ്ണയും കാര്യങ്ങളൊക്കെ തീർന്ന് ശരിക്കും വിചാരിച്ച് ഞാൻ പെട്ടുപോയെന്ന് കേട്ടോ.
പക്ഷെ എങ്ങനെയൊക്കെ നമുക്ക് വിളിച്ചപ്പോൾ ഒരു ഫ്രണ്ട് എണ്ണ കൊണ്ട് തരാമെന്ന് പറഞ്ഞ കാരണം നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല നമ്മളവിടെ വഴിക്കായി പോയേനെ കേസ്, അവിടെ കിടക്കേണ്ട വന്നേനെ. നമുക്കാണിപ്പോൾ കൂപ്പും സോമനും നാളെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അവന്മാർ ഇതുവരെ എത്തിയിട്ടില്ല, അവന്മാർ നാളെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അതുവരെ വഴി കിടക്കണമെന്ന്, ഇല്ല വേറെ വല്ല വണ്ടിയും പിടിച്ച് പോകേണ്ട വന്നേനെ. എൻ്റെ അമ്മോ, ഈ എണ്ണ തീർന്ന് വഴിക്ക് കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകും കേട്ടോ. കേസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇറങ്ങി ആ ഗ്യാരേജിൻ്റെ ഡോറ് തുറന്ന് വണ്ടി അകത്തെടുത്തിടാം. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി അകത്ത് കയറ്റിയിട്ടിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഈ ഡോർ അടച്ചിട്ട്, അതായത് ഗ്യാരേജിൻ്റെ ഡോർ അടച്ചിട്ട് നമുക്ക് ഈ വഴി കൂടെ തന്നെ അകത്തേക്ക് കയറാം. എന്നിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങാം ഗൈസ്. അതാണ് ഇനി മെയിൻ പരിപാടി. ഗൈസ് വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് വരുമെന്ന് ഓർത്ത് റൂമിലെയും ഹാളിലും എല്ലായിടത്തും വീട്ടിലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത്. പക്ഷേ സംഭവം കുറച്ച് ലേറ്റായി പോയായിരുന്നു. എന്തായാലും വെറുതെ ലൈറ്റ് ഇട്ട് വെച്ച് കറണ്ട് ബില്ല് എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം. എന്തായാലും നമ്മുടെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെയാണ് സ്നോയും കൂടെ ആയതുകൊണ്ട് സംഭവം രസമുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ കിടിലം വീഡിയോ ഇട്ട് ഇനിയും ഞാൻ വരും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റൊക്കെ ഇടുക. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ചുമ്മാ കയറി എൻ്റെ ഇൻസ്റ്റയൊക്കെ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫോളോ ഒക്കെ ചെയ്തോ ഗൈസ്. എല്ലാ ഓരോ സപ്പോർട്ടേഴ്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ, ബൈ.